സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. 35നും 60നും ഇടയിൽ പ്രായമുള്ള നിലവിൽ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലും പെൻഷനുകളിലും ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സംബന്ധിച്ച് നിരവധി പരാതികൾ പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. പലയിടത്തും ഈ പദ്ധതിക്കായുള്ള അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തതിനെതിരെയാണ് മുഖ്യമായും പരാതികൾ ഉയർന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ തന്നെ വിതരണം ചെയ്തത് വ്യാജ അപേക്ഷകളാണ് എന്നാണ് ഈ വിഷയത്തിൽ സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു പുതിയ പദ്ധതിയുടെ പ്രചാരണവും അപേക്ഷാ വിതരണവും നടക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഇതുവരെ ഉൾപ്പെടാത്ത ദുർബല വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡങ്ങൾ ഇവയാണ്. അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ ആയിരിക്കണം അവര്. AAY, PHH എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ സഹായം ലഭിക്കുക. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കൊപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ളവർക്കും ഈ സാമ്പത്തിക സഹായം ഉറപ്പാക്കും. പ്രതിമാസം 1000 രൂപ വീതമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുക. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ വലയം കൂടുതൽ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് എന്നാൽ നിലവിൽ മറ്റ് ആനുകൂല്യങ്ങളില്ലാത്ത 31.34 ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വലിയ വിഭാഗം ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രതിവർഷം ഏകദേശം 3800 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ വഹിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷമുള്ള ഈ പദ്ധതിയുടെ അപേക്ഷാ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതോടെ സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും നിലവിലുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി വിതരണം ചെയ്യുന്നതും കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. ഈ സാഹചര്യത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധികളിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്വാധീന ശ്രമമായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. പെൻഷൻ തുക 1000 രൂപയാണെങ്കിലും ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ലഭിക്കുന്ന രാഷ്ട്രീയമായ നേട്ടം വളരെ വലുതാണ്. 31 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്ന വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് പദ്ധതി പ്രഖ്യാപിക്കുകയും അതിന്റെ തുടർ നടപടികൾ തിരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാവുകയും ചെയ്തത് സർക്കാരിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതികളും അതിനെ തുടർന്ന് സർക്കാർ നൽകിയ വിശദീകരണവും പദ്ധതിയുടെ നടത്തിപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ വ്യാജ അപേക്ഷകളാണ് വിതരണം ചെയ്തതെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ പദ്ധതി നടപ്പാക്കാനുള്ള ഔദ്യോഗിക നടപടികൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ ആരംഭിക്കൂ എന്ന് ഉറപ്പാവുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ ഭരണപരമായ തടസ്സങ്ങൾ നീങ്ങുകയും പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള യഥാർത്ഥ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഈ വലിയ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കേണ്ടതുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചരിത്രത്തിൽ ഈ പദ്ധതിക്ക് വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതി സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നതിലൂടെ കുടുംബങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ഒരു ജോലിയോ മറ്റ് സ്ഥിര വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രതിമാസം ലഭിക്കുന്ന ഈ 1000 രൂപ ഒരു വലിയ ആശ്വാസമാകും. AAY, PHH വിഭാഗക്കാർക്ക് മാത്രം പെൻഷൻ പരിമിതപ്പെടുത്തുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ ലക്ഷ്യമിടുന്നു എന്ന സർക്കാരിന്റെ വാദത്തിന് ബലം നൽകുന്നുണ്ട്. മാത്രമല്ല, ട്രാൻസ് വുമൺ അടക്കമുള്ള സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചത് ഈ പദ്ധതിയുടെ സാമൂഹിക വീക്ഷണം വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിയുടെ നടത്തിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷത്തേക്ക് മാറ്റിവെച്ചെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട ഈ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന ഉറപ്പിലാണ് ഗുണഭോക്താക്കളായ സ്ത്രീകൾ. തിരഞ്ഞെടുപ്പിന് ശേഷം സാമൂഹ്യക്ഷേമ വകുപ്പ് പദ്ധതിയുടെ അപേക്ഷാ നടപടികൾ ആരംഭിക്കും. സമയബന്ധിതമായി ഗുണഭോക്താക്കളെ കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.